ഹലോ ഗൈസ്, ആർട്ട്കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് കമ്പത്താണ്. കമ്പത്തുള്ള ജെനീസ് ഫാം. ജെനീസ് ഫാമിലെ എന്താ പറയുക, ഗ്രേപ്പുകളുടെ ഇടയിലാണ്. മുന്തിരിവള്ളികൾ തളിർത്തപ്പോൾ അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. നമ്മൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉള്ളിലാണ് ഗൈസ്. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് മുന്തിരിത്തോട്ടം. നിങ്ങൾ കാണാത്തവരുണ്ടാവൂലേ, എല്ലാവരും കൂടെ നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ വീഡിയോ ആണിത്. നമ്മൾ ഫസ്റ്റ് എവിടെ നിന്നാണ് നമ്മൾ ബോട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കേരളം വിട്ടിപ്പോൾ തമിഴ്നാട്ടിലെത്തി കമ്പത്ത് എത്തിയിട്ടുണ്ട്. കമ്പത്ത് ജെനീസ് അല്ലേ? ഓക്കെ, ജെനീസ് ഫാമിലാണ് നിൽക്കുന്നത്. പരമാവധി മുന്തിരി വള്ളികളും മുന്തിരി കാഴ്ച നിൽക്കുന്ന കാഴ്ചകളും കാണാം. കൺകുളിർക്കെ കണ്ടോളൂ കേട്ടോ. മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, പിന്നെ തമിഴ്നാട്, അങ്ങനെ 4 സംസ്ഥാനങ്ങളിലാണ് മെയിനായിട്ട് ഈ മുന്തിരിയുടെ കൃഷിയുള്ളത്. അതിൽ തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും നല്ല ഒരു ഫാമിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ജെനീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫാം ഇവിടുത്തെ നമ്പർ 1 ആയിട്ടുള്ളൊരു ഫാമാണ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കമ്പത്തെ ജെനീസ് എന്ന് പറയുന്ന അവരുടെ കമ്പനിയുടെ എന്താ പറയാ ഫാമിലാണ് നിൽക്കുന്നത്. ഗ്രേപ്പ് ഫാമിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് നല്ല ഫ്രഷ് മുന്തിരി നമുക്ക് ഇവിടുന്ന് എന്താ പറയാ വൈനാക്കിട്ട് തരുന്ന ഒരു സംവിധാനം ഉണ്ട് അവരെ. അതായത് ഇവിടെ നിന്ന് എടുക്കുന്ന നല്ല നല്ല മുന്തിരികൾ കൊണ്ടുപോയിട്ട് ഇവർ വൈനാക്കി തരും. നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള മുന്തിരികളുണ്ട്, മുന്തിരിയല്ല വൈനുകളുണ്ട്. ഇടയ്ക്ക് അക്ഷരം തരുന്ന നോക്കേണ്ട എക്സൈറ്റ്മെന്റിലാണ്. ഓക്കെ, നമ്മളിനി ആ ഒരു വൈൻ ഫാക്ടറിയിൽ എന്താണ് അവർ ചെയ്യുന്നതെന്ന് അതിൻ്റെ ഉള്ളിൽ കയറുമെന്ന് പറ്റുമെന്ന് അറിയില്ല. എങ്കിൽ കൂടി നമുക്ക് ആ വൈനുകളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്തിരിത്തോട്ടത്തിലത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞത്. കുറച്ച് വെയിലുള്ള ഭാഗമാണ്. മുന്തിരിയൊക്കെ തളിർത്തിങ്ങനെ നിൽക്കുകയാണ്. സെറ്റായിട്ട് മുന്തിരി തളിർത്തിക്കുന്നുണ്ട്. അപ്പോൾ പിറകിൽ കാണുന്ന ആ ഒരു ഏരിയ മുഴുവൻ മൊട്ടടിച്ച് കിടക്കുന്ന പോലെ അല്ലേ, ആ ഒരു ഏരിയയിലൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ഒന്നുമില്ലാത്ത. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് അപ്പുറത്ത് കുറച്ചുകൂടെ ഉണ്ട്. പക്ഷെ ഭയങ്കര വെയിൽ കടന്നു വേണം പോവാം. പക്ഷെ നമ്മൾ കയറി വരുന്ന ഈ ഒരു ഭാഗത്ത് കറക്റ്റ് ഇറങ്ങുന്നിടത്ത് തന്നെ ഈ മുന്തിരി ഉണ്ട്. ഞങ്ങൾ വേറെ ഒരു തോട്ടത്തിൽ പോയപ്പോൾ അവിടെ തോട്ടത്തിൽ കയറാനുള്ള അനുമതിയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇവരിവിടെ ഇത് തുറന്നു കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഇവർ ഇവിടെ വൈൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ഈ റിയൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഈ സാധനം യൂസ് ചെയ്തിട്ട് ഒരു വൈൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്തെങ്കിലും വൈനിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചറിയാം. അപ്പോൾ നമ്മളിപ്പോൾ ജെനീസിൻ്റെ ഗ്രേപ്പ് വൈൻ ഷോപ്പിലാണുള്ളത്. അവർ ഇവിടുന്ന് എടുക്കുന്ന ഗ്രേപ്പ് വെച്ചിട്ടുണ്ടാക്കുന്ന വൈനുകൾ ഇതിപ്പോൾ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ളതോ ആൽക്കഹോളിക് ആയിട്ടുള്ളതുണ്ടോ അതോ നോൺ ആൽക്കഹോളിക് മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലേ? വേറെ ആളുകളില്ല. ഓക്കെ, ഇത് എങ്ങനെയാണ് ഇതിന്റെ വില വരുന്നത്? എങ്ങനെയാണ് ലിറ്ററിന്? ലിറ്റർ இல்ல 750 ml. வேற வேற நாட்டுல இருந்து வாங்கிட்டு வருது. 550, 600, 650, 250, 300. 750 മില്ലി മുതലാണ് ഇവിടെ ഉള്ളത്. വേറെ സ്ഥലത്തുനിന്ന് വരുന്നത് ഇവിടെ ഉണ്ട് കേട്ടോ. അതിന് 250 രൂപ, 350 രൂപ, 450 റേറ്റ് ഒക്കെ വരുന്നുണ്ട്. ഇത് നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ്. ഇത് ഇവിടെ ഉണ്ടാക്കണം. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ചെന്നൈ. 375 ml. രൂപ 280 രൂപ, 280. 280 രൂപ വരുന്നത് 350 ml. ഇത് ഇവിടെ ഉണ്ടാക്കണതാ. ഈ ജെനീസ് ഇവിടെ ഉണ്ടാക്കണത് ഏതാണ്? ഇത് മൊത്തം ഇത് ഇവിടെ ഈ ജ്യൂസ് ഇവിടെ. ഓക്കെ, ഇത് ഇവിടെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് കേട്ടോ. ഇതിന് 350 മില്ലി അല്ലേ പറഞ്ഞത്? 285 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. 80 രൂപ. ഇതായത് ആൽക്കഹോള് ഇല്ലാത്ത പ്രോഡക്റ്റ് ആണ്. ആൽക്കഹോൾ ഇല്ലാത്ത മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. ആൽക്കഹോൾ ഉള്ളതില്ല. പിന്നെ ഇവിടുന്ന് ഉണ്ടാക്കുന്ന ഇത് ഇവിടെ ഉണ്ടാക്കുന്നതാണ്. പ്രജ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രേപ്പിന്റെ ജ്യൂസാണ്, സിറപ്പാണ്. ഇതോ സെയിം അല്ലേ? ഇതെന്താ റേറ്റ് ചെറുതിനൊക്കെ? 35 അല്ലേ? ഇത് 30 രൂപ. കൊഞ്ചം വള്ളി. ഇത് ഇവിടെ മാങ്ങ ഉണ്ടാകുന്നുണ്ടോ? ആമാ ഉണ്ട്. അതെവിടെയാണ് ഫാം? മാങ്ങ ഇവിടെ എനിക്കിപ്പറ്റി നാരായണപറ്റി. അതെ, അവിടെ കയറാൻ പറ്റും. അത് കേരള. അതെ, ലൈവ് പാക്ക്. അതെ, അത് ഉയരം കൂടിയ മരമാണ്, താഴ്ന്ന മരം, ചെറിയ മരം. ഓക്കെ, ഇവിടെ മാങ്ങയുടെ കൃഷിയും കൊണ്ട് കിട്ടും അവർക്ക്. ജെനീസിന്റെ അല്ലേ? ജെനീസിന്റെ മാങ്ങയുടെ ഒരു തോട്ടം ഉണ്ട്. നമുക്ക് അതും കാണാൻ കഴിയുന്ന പറയണത്. ഓക്കെ சேட்டா இன்னும் ஒரு சின்ன டவுட். இந்த மேங்கோ இருக்குல்ல, இந்த ஏரியாவில் இருக்க மேங்கோல நாங்க பர்ச்சேஸ் பண்ணி அதுல மேங்கோ பல்ப் எடுத்து ஒரு வருஷத்துக்கு உண்டான மேங்கோ இருக்குல்ல அதை ப்ராசஸ் பண்ணி எங்க ஃபேக்டரி பண்ணுவோம்.
ஓகே ஓகே எல்லா மேங்கோ இருக்குல்ல நாங்க பர்ச்சேஸ் பண்ணிக்கிறோம். அடுத்து அது பல்ப் எடுத்து കണക്കിലെ പൾപ്പ് എടുത്ത് എപ്പോ അത് യൂസോ അപ്പൊ കൊടുക്കും. ഓക്കെ, ഇതായത് ഇത് പല സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്യുന്ന മാങ്ങകളുണ്ട്, മാമ്പഴങ്ങളുണ്ട്. അതിന്റെ ഒക്കെ പൾപ്പ് ഒരു ജ്യൂസായി എടുത്തിട്ട് ശേഷമാണ് ഇവരിത് ഇങ്ങനെ പ്രോസസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കുന്നത്. അത് അവരുടെ പ്രോഡക്റ്റ് മാത്രമല്ല, പുറത്തുനിന്നുള്ളതും ഉണ്ട് അല്ലെ? ഓക്കെ. കേരളത്തിൽ നിന്ന് നമ്മള് തുമ്മളി വഴി അല്ലെ, തുമ്മളി വഴി ഈ വഴി വരുന്നവർ, കമ്പത്തേക്കൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. അത്ര അടിപൊളി കാഴ്ചയാണ്. ഈ ജെനിസിന്റെ ആ ഗ്രേപ്പിന്റെ ആ ഒരു വള്ളികളുടെ ഇടയിലൊക്കെ ഭയങ്കര എന്താ പറയാ, പറഞ്ഞറിയാൻ പറ്റില്ല, അങ്ങനെ നല്ല അടിപൊളി ഒരു ഫീലായിരുന്നു. അപ്പോൾ കമ്പം തേനി വിശേഷങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. മുന്തിരി വള്ളികളുടെ ഇടയിലൂടെ ഒക്കെ അടിപൊളി വൈബ് വരുന്നില്ലേ? ഇനിയിപ്പോൾ നമ്മളടുത്തത് ഇനി ഇവിടുന്ന് വാഗമണിലോട്ടാണ് യാത്ര. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെടുന്നില്ല ഡിസ്ലൈക്ക് അടിച്ചോളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, മോർണിംഗിൽ വന്നിട്ടാണ് ഇപ്പോൾ അതിൻ്റെ വൈൻഡപ്പ് ചെയ്യണത്. ഞങ്ങൾ കുറച്ചും കൂടി കവർ ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ അത് എടുക്കാൻ പറ്റില്ല എന്നല്ല, ഒന്ന് ഇരുട്ടായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ കമ്പം തേനി വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇനി വാഗമണ്ണിലാണ്, വാഗമണ്ണിലുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ